നമസ്കാരം. പ്രൗഢം പ്രാദേശിക സഭാചരിതം ദേവാലയങ്ങളെ പരിചയപ്പെടുന്ന പരിപാടിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആലപ്പുഴയിലെ പഴവങ്ങാടി പള്ളി, മാർ സ്ലീവ ഫൊറോന പള്ളി, ആലപ്പുഴ. മാർ സ്ലീവയുടെ നാമത്തിൽ ആലപ്പുഴ നഗരത്തിലൊരു പള്ളി, ആലപ്പുഴ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആലപ്പുഴ മാർ സ്ലീവ ഫൊറോന പള്ളി, പഴവങ്ങാടി പള്ളി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അറബിക്കടലിൻ്റെ പരിലാളനമേറ്റു വളർന്ന ആലപ്പുഴ ഒരു കാലത്ത് നിരവധി വ്യവസായശാലകളുടെയും വാണിജ്യ സ്ഥാപനങ്ങളുടെയും കേന്ദ്രവും വളരെ തിരക്കേറിയ ഒരു പട്ടണവുമായിരുന്നു. ആലപ്പുഴ ദേശത്തുള്ള ക്രൈസ്തവ വിശ്വാസികൾ വടശ്ശേരി പള്ളി സ്ഥാപിക്കപ്പെടുന്നതിന് മുൻപ് ചമ്പക്കുളം കല്ലൂർക്കാട് പള്ളിയിലായിരുന്നു അവരുടെ വിശ്വാസകാര്യങ്ങൾ നിർവഹിച്ചിരുന്നത്. പിന്നീടാണ് വടശ്ശേരിയിൽ ക്രിസ്തുവർഷം 1400 ഒരു പള്ളി സ്ഥാപിക്കപ്പെട്ടത്. ആലപ്പുഴയിലെ വടക്കനാലിന് വടക്ക് ഭാഗത്തുള്ളവർ അന്ന് കൊച്ചി രാജ്യത്തും തെക്കുള്ളവർ അമ്പലപ്പുഴ നാട്ടുരാജ്യത്തിലുമാണ് ഉൾപ്പെട്ടിരുന്നത്. അതിനാൽ തന്നെ വടക്കനാലിൻ്റെ വടക്ക് താമസിച്ചിരുന്നവർക്ക് തെക്കുഭാഗത്തുള്ള വടശ്ശേരി പള്ളിയിലെത്തുക എന്നത് വളരെ ക്ലേശകരമായിരുന്നു. അങ്ങനെ 1404 തത്തമ്പള്ളി പള്ളി സ്ഥാപിതമായി. അതിനെ തുടർന്ന് വടശ്ശേരി പള്ളി കൂടുതൽ സൗകര്യപ്രദമായ ഇപ്പോൾ മാർ സ്ലീവ പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് 1408 മാറ്റി സ്ഥാപിക്കുകയുണ്ടായി. 1786 രാജാ കേശവദാസനാണ് ആലപ്പുഴ പട്ടണത്തിന് നിയതമായ രൂപവും ഭാവവും രൂപപ്പെടുത്തിയത്. എന്നാൽ അതിനു മുൻപ് തന്നെ ആലപ്പുഴയിൽ വാണിജ്യ വ്യാപാരങ്ങൾക്ക് പ്രസിദ്ധി നേടിയ ഒരു അങ്ങാടി നിലനിന്നിരുന്നു. ആ അങ്ങാടിയോട് ചേർന്നാണ് വടശ്ശേരിയിൽ നിന്നുള്ള പള്ളി മാറ്റി സ്ഥാപിച്ചത്. ആലപ്പുഴ നഗരത്തിന് പുതിയ കച്ചവട കേന്ദ്രങ്ങൾ രൂപപ്പെട്ടപ്പോൾ നിലവിലുണ്ടായിരുന്ന അങ്ങാടി പഴയങ്ങാടി എന്നറിയപ്പെട്ടു തുടങ്ങി. വടശ്ശേരിയിൽ നിന്നും മാറ്റി സ്ഥാപിച്ച പള്ളി ചമ്പക്കുളത്തെയും വടശ്ശേരിയുടെയും ചുവട് പിടിച്ച് പരിശുദ്ധ കന്യകാമാതാവിൻ്റെ നാമത്തിലാണ് സ്ഥാപിച്ചതെങ്കിലും പിൽക്കാലത്ത് പള്ളി മാർ സ്ലീവയുടെ നാമത്തിലായി. ഇതിൻ്റെ കാരണമെന്തെന്ന് വ്യക്തമല്ല. വർത്തമാന പുസ്തകത്തിലെ വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1565 ശേഷമായിരിക്കണം ഈ പള്ളിക്ക് വിശുദ്ധ കുരിശിൻ്റെ നാമം നൽകിയത്. മൈലാപ്പൂരിലെ വിശുദ്ധ കുരിശ് രക്തം വിയർത്തത് 1565 ധനുമാസം 18 ഇതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് വിശുദ്ധ കുരിശിൻ്റെ തിരുനാൾ കേരളത്തിലെ സുറിയാനി പള്ളികളിൽ ആചരിക്കാൻ തുടങ്ങിയത്. അതിനെ തുടർന്നാവാം പഴയങ്ങാടി പള്ളിക്ക് വിശുദ്ധ കുരിശിൻ്റെ നാമത്തിൽ പുനർനാമകരണം നടത്തപ്പെട്ടത് എന്ന് നമുക്ക് അനുമാനിക്കാം. പഴയങ്ങാടി പള്ളി നിർമ്മിച്ചിരിക്കുന്നത് കുരിശിൻ്റെ ആകൃതിയിലാണ്. ഇന്ന് കാണുന്ന പള്ളി ഏത് കാലത്ത് നിർമ്മിച്ചതാണെന്നതിന് വ്യക്തമായ രേഖകൾ ലഭ്യമല്ല. വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചു വരുന്ന ചുരുക്കം ചില പള്ളികളിൽ ഒന്നാണ് ആലപ്പുഴ പഴവങ്ങാടി പള്ളി. ഈ പള്ളിയിലെ പ്രധാന തിരുനാൾ വിശുദ്ധ കുരിശിൻ്റെ തിരുനാളാണ്. ഇത് പള്ളിയിൽ നിന്നും നേരിട്ടാണ് നടത്തുന്നത്. ഇവിടുത്തെ ദർശന തിരുനാളിനേക്കാൾ പഴക്കമുള്ളതാണ് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ. ഇതിനെ കല്ലിട്ട തിരുനാൾ എന്നാണ് വിളിച്ചു വരുന്നത്. ഈ പള്ളിയിലെ വലിയ ആഴ്ച തിരുക്കർമ്മങ്ങൾ വളരെയേറെ വിശ്വാസികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. പഴയങ്ങാടി പള്ളിയുടെ 8 വട്ടം പ്രത്യേകം ശ്രദ്ധയാകർഷിക്കുന്നതാണ്. ഞാറയ്ക്കൽ പള്ളിയിലെ 8 വട്ടത്തിൻ്റെ മാതൃകയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന. 8 വട്ടത്തിൻ്റെ മേൽക്കൂരയെ താങ്ങി വിരിഞ്ഞു നിൽക്കുന്ന കഴുക്കോലുകൾ മുകളിൽ ഉരല് പോലുള്ള ഒരു കേന്ദ്രത്തിലാണ് ബന്ധിച്ചിരിക്കുന്നത്. പഴയങ്ങാടി പള്ളിയുടെ അൾത്താരയും ശില്പകലാസുന്ദരമായ ഒരു സൃഷ്ടിയാണ്. കലാമേന്മ നിറഞ്ഞ 10 ദാരുശില്പങ്ങൾ നിരന്നു നിൽക്കുന്ന ഈ അൾത്താരയുടെ മനോഹാരിത എടുത്തു പറയേണ്ടതാണ്. മദ്ബഹായുടെ മേൽത്തട്ടിൽ വിവിധ ക്രൈസ്തവ സഭകൾ വണങ്ങുന്ന വിവിധ കുരിശ് രൂപങ്ങൾ കൊത്തുപണി ചെയ്തിരിക്കുന്നത് ഈ പള്ളിയുടെ പ്രത്യേകം പറയേണ്ട ഒന്നാണ്. വിദേശ നിർമ്മിതമായ 3 വലിയ മണികളും ഒരു ചെറിയ മണിയും സ്ഥാപിച്ചിട്ടുള്ള ഇവിടുത്തെ മണിമാളികയും വിശേഷപ്പെട്ടതു തന്നെയാണ്. സ്പെയിനിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ വലിയ 3 മണികൾ. ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട പല വിശേഷപ്പെട്ട കാര്യങ്ങളുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട ഒരു പള്ളിയാണ് ഇത്. 1599 ജൂൺ 20 ആരംഭിച്ച് 26 സമാപിച്ച ചരിത്രപ്രസിദ്ധമായ ഉദയംപേരൂർ സൂനകദോസിൽ പങ്കെടുത്ത 15 പള്ളികളുടെ ലിസ്റ്റിൽ ആലപ്പുഴ പഴയങ്ങാടി മാർ സ്ലീവ പള്ളിയുമുണ്ട്.
പഴയങ്ങാടി പള്ളിയിൽ നിന്നുള്ള വൈദികരും അൽമായ പ്രമുഖരും ഈ സൂനഹദോസിൽ പങ്കെടുത്തിരുന്നു. അതോടൊപ്പം 1787 അങ്കമാലിയിൽ ചേർന്ന സുറിയാനിക്കാരുടെ മഹാസമ്മേളനത്തിലും ഈ ഇടവകയിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുകയുണ്ടായി. കേരളത്തിലെ പുനരൈക്യ സംരംഭങ്ങളുടെ ചരിത്രത്തിലും ഈ പള്ളി പ്രധാന സ്ഥാനം വഹിക്കുകയുണ്ടായി. യാക്കോബായ മെത്രാനായ 1-ാം മാർ ദിവന്യാസ്യോസിനെയും അനുയായികളെയും കത്തോലിക്ക സഭയിലേക്ക് പുനരൈക്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കത്തോലിക്കരുടെയും യാക്കോബായക്കാരുടെയും പ്രതിനിധികൾ 1799 മെയ് 20 യോഗം ചേർന്നത് ആലപ്പുഴ മാർസ്ലീവ പള്ളിയിലായിരുന്നു. ശങ്കുരിക്കൽ ഗീവർഗീസ് മൽപ്പാനെ ഗവർണറോരായി തിരഞ്ഞെടുക്കുന്നത് ആലപ്പുഴ മാർസ്ലീവ പള്ളിയിൽ വെച്ച് നടന്ന യോഗത്തിലായിരുന്നു. നിതീരിക്കൽ മാണിക്കത്തനാർ തുടങ്ങി നിരവധി പ്രഗത്ഭരും പ്രശസ്തരും പുണ്യജീവിതം നയിച്ചവരുമായ വൈദികർ സേവനം നൽകിയ ഒരു പള്ളി കൂടിയാണിത്. 1929 ജനുവരി 1 കാളാശ്ശേരിൽ മാർ ജെയിംസ് മെത്രാനാണ് ഈ പള്ളി ഫൊറോന പള്ളിയായി ഉയർത്തിയത്. വിശുദ്ധ മദർ തെരേസ, കർദിനാൾ ടിസറാങ് എന്നിവർ ഈ പള്ളി സന്ദർശിച്ച പ്രമുഖരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. ആലപ്പുഴ പട്ടണത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയിൽ കഴിഞ്ഞ 6.25 നൂറ്റാണ്ടായി പ്രശോഭിക്കുന്ന ഈ പള്ളി അനുദിനം വളർച്ചയുടെ പാതയിലാണ്. ഒരു നാട് ആധ്യാത്മികവും ഭൗതികവുമായ ഔന്നത്യം നേടുന്നതിനുള്ള ഒരു കേന്ദ്രമായി ഒരു പള്ളി മാറുന്നതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ആലപ്പുഴ മാർസ്ലീവ പള്ളി. ആലപ്പുഴയുടെ വളർച്ചയും ഇവിടുത്തെ വിശ്വാസികളുടെ വളർച്ചയും വിശ്വാസ സമൂഹത്തിൻ്റെ ഉന്നതിയും എല്ലാം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ കുരിശിൻ്റെ നാമധേയത്തിലുള്ള ഈ പള്ളിയാണ് എന്ന് പറയുന്നതിൽ ഒട്ടും ശങ്കിക്കേണ്ടതില്ല എന്ന് ഇവിടുത്തെ വിശ്വാസികളെയും അവരുടെ പ്രവർത്തനങ്ങളെയും അവരുടെ സാമൂഹിക ഇടപെടലുകളെയും നേരിട്ട് കാണുമ്പോൾ ഏതൊരു വ്യക്തിക്കും ബോധ്യമാകും.